കനത്ത മഴയെ തുടർന്ന് കൊച്ചിയിൽ കളമശ്ശേരിക്കും അമ്പാട്ടുകാവിനും ഇടയിൽ റെയിൽവേ ട്രാക്കിൽ മരം ഒടിഞ്ഞു വീണു. റെയിൽവേ ട്രാക്കിൽ വൈദ്യുതി ലൈൻ പൊട്ടി വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. മഴയ്ക്കൊപ്പം വീശിയടിച്ച കാറ്റിൽ എറണാകുളത്ത് പലയിടത്തും വ്യാപക നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. കോഴിക്കോട് റെയിൽവേ ട്രാക്കിലേക്ക് മരങ്ങൾ വീണ് തടസ്സപ്പെട്ട ട്രെയിൻ ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചു. ഒരു ട്രാക്കിലെ ഗതാഗതമാണ് ഇപ്പോൾ പുനഃസ്ഥാപിച്ചത്. തിരുവനന്തപുരം മംഗലാപുരം എക്സ്പ്രസ് ഈ ഭാഗത്ത് ഇപ്പോൾ സർവീസ് നടത്തി. 3 മണിക്കൂറിന് ശേഷമാണ് ഭാഗികമായിട്ടെങ്കിലും അവിടെ ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചത്. സമീർ സി മുഹമ്മദ് കോഴിക്കോട്ടു നിന്നും ആൻമരിയ കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകും. ആൻമരിയ, എന്താണ് അവിടുത്തെ സാഹചര്യം? അമ്പാട്ടുകാവ് ഭാഗത്തെ അവിടെ ജോലികൾ തുടങ്ങിയിട്ടുണ്ടോ? ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടിയിലേക്ക് റെയിൽവേ കടന്നിട്ടുണ്ടോ? ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ അവിടേക്ക് എത്തുന്നു എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്താണ് അവസ്ഥ ഇപ്പോൾ? വിജയകുമാർ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ സ്ഥലത്താണ്. ആൽമരം വീണിരിക്കുന്ന അമ്പാട്ടുകാവിലെ ഈ റെയിൽവേ ട്രാക്കിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാനായിട്ട് സാധിക്കും. അതിവേഗത്തിൽ ജോലികൾ പൂർത്തീകരിക്കുകയാണ്. ഈ മരം ഇവിടുന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള സജ്ജീകരണങ്ങളും ഒരുക്കിക്കൊണ്ട് റെയിൽവേയുടെ ഭാഗത്തു നിന്ന് മാത്രമല്ല, റെയിൽവേ ജീവനക്കാർ മാത്രമല്ല, ഈ പരിസരത്തുള്ള നാട്ടുകാരുടെ എല്ലാം ഒരു സഹകരണവുമുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന ഇന്ന് തന്നെ, അതായത് പല ഭാഗത്തേക്കുമുള്ള ട്രെയിനുകൾ ഇവിടെ പിടിച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാനുള്ള സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ റെയിൽവേ അതിവേഗത്തിൽ ജോലികൾ പൂർത്തിയാക്കി ഇന്ന് തന്നെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള തത്രപ്പാടിലുമാണ്. ഇവിടെയുള്ള ഉദ്യോഗസ്ഥരോട് നമ്മൾ വന്നപ്പോൾ സംസാരിച്ചിരുന്നു. ഇന്ന് തന്നെ പൂർത്തിയാക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ മഴയൊരു തടസ്സമായി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഇന്ന് തന്നെ ഈ ജോലികൾ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും നടത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആ ശിഖരങ്ങളെല്ലാം വെട്ടിയൊതുക്കി പരിസരത്തേക്കെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ മരം ഒടിഞ്ഞു വീണിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഇലക്ട്രിക് കമ്പികൾക്കും, അതായത് വൈദ്യുതി ലൈൻ ഉൾപ്പെടെയുള്ളവർക്കും ഈ നിലത്തേക്ക് പതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാറ്റിയതിനു ശേഷമായിരിക്കും ഈ ഗതാഗതം പൂർണ്ണമായിട്ടും ഇതിലെ സാധ്യമാവുകയുള്ളൂ. പക്ഷേ നിലവിൽ ഈ ആൽമരം ഇവിടുന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ഈ ആലുവ സ്റ്റേഷനിലുള്ള ജീവനക്കാരാണ് ആദ്യം ഇവിടേക്ക് എത്തുന്നത്. അവിടെ നിന്നുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പൂർണ്ണമായിട്ടും ഇന്ന് തന്നെ ഇത് പൂർത്തിയാക്കാൻ സാധിക്കുമോ സർ? പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് തോന്നുന്നത്. ഏകദേശം ഏതൊരു സമയത്തോടു കൂടി? അതിന്റെ സമയമൊന്നും പറയാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തിയാവുമെന്നാണ് തോന്നുന്നത്. പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കുമെന്നാണ് ഈ റെയിൽവേ ജീവനക്കാരും പറയുന്നത്. കാരണം ഈ പല ഭാഗത്തായിട്ട് ഈ ആലുവ, അങ്കമാലി, കളമശ്ശേരി നോർത്ത്, സൗത്ത് എന്നീ ഭാഗങ്ങളിലെല്ലാം ഈ ട്രെയിനുകൾ പിടിച്ചിട്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 2 മണിക്കൂറുകൾക്ക് മുൻപാണ് ഈ ആൽമരം ഇങ്ങോട്ട് ഈ റെയിൽവേ ട്രാക്കിലേക്ക് വീഴുന്നതും. കനത്ത മഴയാണ്, അതിനൊപ്പം തന്നെ കാറ്റും ആഞ്ഞു വീശുന്നുണ്ട്. ഇപ്പോൾ മഴ ചെറിയ രീതിയിൽ ഒന്ന് തുറന്നു നിൽപ്പുണ്ട്, പക്ഷേ വീണ്ടും പെയ്തു തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതൊരു തടസ്സമായി നിൽക്കുമെന്നോ നമുക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല. ഇതിന് അപ്പുറത്ത് നമ്മൾ ഈ മരം കടക്കുന്നതിൻ്റെ അപ്പുറഭാഗത്തായിട്ടും ട്രെയിനുകൾ കടക്കുന്നതും പിടിച്ചിട്ടിരിക്കുന്ന നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വലിയൊരു അപകടത്തിൽ നിന്നും ഒഴിവായിരിക്കുന്നു എന്ന് നമുക്കുള്ളത് ഒരു ആശ്വാസം തന്നെയാണ്. കാരണം വലിയ ആൽമരമാണ്. ഈ ഒരു ഭാഗത്തേക്ക് ട്രെയിൻ വെല്ലം വന്നിരുന്നെങ്കിൽ വലിയൊരു അപകടമായിരുന്നു ആ സമയത്ത് ഉണ്ടാകേണ്ടിയിരുന്നത്. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ളൊരു വാർത്തയാണ്. ഈ മഴയെല്ലാം അവഗണിച്ചുകൊണ്ട് ഇപ്പോൾ നിലവിൽ ട്രെയിൻ ഗതാഗതം വേഗത്തിൽ തന്നെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം ആരംഭിച്ചിട്ടുണ്ട്, നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ശിഖരങ്ങളെല്ലാം വെറ്റുമാറ്റുന്ന ദൃശ്യങ്ങളുമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിജയകുമാർ. ആൻമരിയാണ് വിവരങ്ങൾ നൽകിയത്. ട്രെയിൻ ഗതാഗതം സാധാരണ നിലയിലാക്കാൻ വളരെ കാര്യമായ ജോലി അവിടെ റെയിൽവേ ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സും പോലീസും ഒക്കെ ചേർന്ന് നടത്തുന്നുണ്ട്. എപ്പോഴേക്ക് ഇത് ഗതാഗത യോഗ്യമാകുമെന്നിപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷേ ആ ജോലികൾ വേഗത്തിൽ നടക്കുകയാണ്. മഴ പെയ്യുന്നുണ്ട് എങ്കിലും അവിടെ ജോലികൾ പുരോഗമിക്കുന്നു.